കേരളം ഒരു പ്രത്യേക രാജ്യമായി മാറിയാൽ എന്തു ചെയ്യും? ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമായ കേരളം രാജ്യത്തിൻ്റെ മറ്റ് ഭാഗങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഉയർന്ന സാക്ഷരതാ നിരക്ക്, നൂതന ആരോഗ്യ സംരക്ഷണ സംവിധാനം, താരതമ്യേന ഉയർന്ന മാനവ വികസന സൂചിക എന്നിവയ്ക്ക് പലപ്പോഴും പ്രശംസിക്കപ്പെടുന്നു. ചരിത്രപരമായ പ്രസ്ഥാനങ്ങളിൽ ആഴത്തിൽ വേരൂന്നിയ അതിൻ്റെ അതുല്യമായ സാമൂഹികവും സാമ്പത്തികവുമായ ഘടനകൾ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് പലതരത്തിൽ വേറിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനത്തെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഈ സവിശേഷമായ സ്വത്വം കണക്കിലെടുക്കുമ്പോൾ ഒരു സ്വതന്ത്ര രാജ്യമെന്ന നിലയിൽ കേരളത്തെക്കുറിച്ചുള്ള ആശയം അതിൻ്റെ രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക ഭാവിയെക്കുറിച്ചുള്ള നിരവധി കൗതുകകരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു. കേരളം ഇന്ത്യയിൽ നിന്ന് വേർപെട്ട് ഒരു പ്രത്യേക രാഷ്ട്രമായി മാറുന്ന ഒരു സാഹചര്യത്തെ ഈ വീഡിയോ സങ്കല്പിക്കുന്നു. സംസ്ഥാനങ്ങളെ ഒരൊറ്റ ദേശീയ സ്വത്വത്തിന് കീഴിൽ ബന്ധിപ്പിക്കുന്ന ഇന്ത്യയുടെ ജനാധിപത്യ ഫെഡറൽ സംവിധാനം കണക്കിലെടുക്കുമ്പോൾ അത്തരമൊരു സംഭവം വളരെ അസംഭവ്യമാണെങ്കിലും ഈ സാങ്കല്പിക സാഹചര്യം പരിവേഷണം ചെയ്യുന്നത് ആഗോളതലത്തിൽ കേരളത്തിന്റെ അതുല്യമായ ശക്തികളും വെല്ലുവിളികളും വിശകലനം ചെയ്യാൻ അവസരം നൽകുന്നു. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രഞ്ജിത്ത് കൃഷ്ണൻ. കേരളത്തിന്റെ സവിശേഷത അതിന്റെ ചരിത്രത്തിലും സംസ്കാരത്തിലും ഭൂമിശാസ്ത്രത്തിലും വേരൂന്നിയതാണ്. നീണ്ട തീരപ്രദേശവും സുഗന്ധവ്യഞ്ജനങ്ങളുടെ, പ്രത്യേകിച്ച് കുരുമുളകിന്റെ പ്രധാന വ്യാപാര കേന്ദ്രം എന്ന പദവിയും കാരണം പുരാതന കാലം മുതൽ കേരളം വൈവിധ്യമാർന്ന സംസ്കാരങ്ങളുടെ സംഗമ സ്ഥാനമാണ്. അറബികൾ, ചൈനക്കാർ, റോമക്കാർ, ജൂതന്മാർ, യൂറോപ്യന്മാർ എന്നിവരുമായുള്ള ഇടപെടലുകളുടെ സമ്പന്നമായ ചരിത്രമുള്ള ഈ സംസ്ഥാനം അതിന്റെ സാംസ്കാരികവും മതപരവുമായ വൈവിധ്യത്തിന് സംഭാവന നൽകിയിട്ടുണ്ട്. ഹിന്ദുമതം, ഇസ്ലാം, ക്രിസ്തുമതം എന്നിവ കേരളത്തിൽ താരതമ്യേന സമാധാനപരമായി സഹവർത്തിക്കുന്നു. ഈ ബഹുസ്വരത സംസ്ഥാനത്തിന്റെ നിർണായക സവിശേഷതകളിൽ ഒന്നാണ്. കേരളത്തെ ഒരു പ്രത്യേക രാജ്യമായി സങ്കല്പിക്കുന്നതിനുള്ള ആദ്യപടി ഈ ചരിത്രപരമായ സ്വാധീനങ്ങൾ സംസ്ഥാനത്തിന്റെ ഇന്നത്തെ സ്വത്വത്തെ എങ്ങനെ രൂപപ്പെടുത്തിയെന്ന് മനസ്സിലാക്കുക എന്നതാണ്. ശക്തമായ സാമൂഹ്യക്ഷേമ നയങ്ങൾ നടപ്പിലാക്കിയ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാരുകളാണ് രാഷ്ട്രീയമായി കേരളം ഭരിക്കുന്നത്. ഇത് ഇന്ത്യയിൽ ഒരു സാമൂഹിക വികസന വിജയഗാഥയായി കേരളത്തിന്റെ സ്ഥാനത്തേക്ക് നയിച്ചു. സാക്ഷരതാ നിരക്ക് 96% മുകളിലാണ്. ആരോഗ്യ സംരക്ഷണ ഫലങ്ങൾ വികസിത രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്താവുന്നതുമാണ്. കൂടാതെ ജനങ്ങൾക്കിടയിൽ രാഷ്ട്രീയ ഇടപെടലുകളുടെ ആഴത്തിലുള്ള വേരുകളുള്ള സംസ്കാരമുണ്ട്. കേരളത്തിന്റെ സ്വതന്ത്ര ഭരണത്തിന്റെയും വൈവിധ്യമാർന്ന സാംസ്കാരിക സ്വാധീനത്തിന്റെയും ചരിത്രം രാഷ്ട്രത്വത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ കേരളത്തെ സജ്ജമാക്കുമോ? കേരളം ഒരു സ്വതന്ത്ര രാജ്യമായി മാറുകയാണെങ്കിൽ അതിന്റെ ഭൗമരാഷ്ട്രീയ നില ഒരു പ്രധാന ആശങ്കയായി മാറും. വ്യാപാര പാതകളുടെ കവലയിൽ സ്ഥിതി ചെയ്യുന്ന അറബിക്കടലിൽ കേരളത്തിന്റെ തന്ത്രപരമായ സ്ഥാനം അതിന് ഭൗമരാഷ്ട്രീയ സ്വാധീനം നൽകും. കൊച്ചി, വിഴിഞ്ഞം പോലുള്ള സംസ്ഥാന തുറമുഖങ്ങൾ ഇന്ത്യയുടെ സമുദ്ര വ്യാപാരത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. കേരളം സ്വന്തം രാജ്യമാകുന്ന സാഹചര്യത്തിൽ ഇവ നിർണായകമായി തുടരും. എന്നാൽ കേരളത്തിന്റെ ചെറിയ ഭൂമിശാസ്ത്രമായ വലിപ്പവും ഇന്ത്യയല്ലാതെ മറ്റേതെങ്കിലും രാജ്യമായുള്ള നേരിട്ടുള്ള കര അതിർത്തികളുടെ അഭാവവും ഏറ്റവും വലുതും അടുത്ത അയൽരാജ്യവുമായ ഇന്ത്യയുമായി അതിർത്തി കരാറുകളും വ്യാപാര കരാറുകളും കേരളം ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഈ ബന്ധം എങ്ങനെ വികസിക്കുമെന്ന് അനിശ്ചിതത്വത്തിലായിരിക്കും. ഇന്ത്യയുമായുള്ള സമാധാനപരമായ വേർപിരിയൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ മറ്റ് ഭാഗങ്ങളുമായി ശക്തമായ സാമ്പത്തിക ബന്ധം നിലനിർത്താൻ കേരളത്തെ അനുവദിക്കുമെങ്കിലും തർക്കപരമോ നിർബന്ധിതമോ ആയ വേർപിരിയൽ നയതന്ത്രമായ ഒറ്റപ്പെടലിലേക്ക് നയിക്കുകയും അതിന്റെ വ്യാപാര സാമ്പത്തിക ബാധ്യതകളെ സാരമായി പരിമിതപ്പെടുത്തുകയും ചെയ്യും. കൂടാതെ പുതിയ രാജ്യത്തിന് ദക്ഷിണേഷ്യയിലെ പ്രാദേശിക ബന്ധങ്ങൾ നാവിഗേറ്റ് ചെയ്യേണ്ടതുണ്ട്. ലോകത്തിലെ ഏറ്റവും രാഷ്ട്രീയമായി സങ്കീർണമായ പ്രദേശങ്ങളിലൊന്നായ മിഡിൽ ഈസ്റ്റിനോട് ചേർന്നുള്ള കേരളത്തിന്റെ സ്ഥാനം വ്യാപാരത്തിലും തൊഴിൽ കുടിയേറ്റത്തിലും സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുമുള്ള അവസരങ്ങൾ നൽകുമെങ്കിലും പ്രാദേശിക സംഘർഷങ്ങളിലേക്കോ നയതന്ത്ര സംഘർഷങ്ങളിലേക്കോ കേരളത്തെ വലിച്ചിഴച്ചേക്കാം. കേരളം പലപ്പോഴും ഒരു സാമ്പത്തിക വൈരുദ്ധ്യമായി പ്രശംസിക്കപ്പെടുന്നു. ഉയർന്ന സാമൂഹിക വികസന സൂചകങ്ങൾ ഉണ്ടായിരുന്നിട്ടും കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ കാര്യമായ വെല്ലുവിളികൾ നേരിടുന്നു. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ മിഡിൽ ഈസ്റ്റിൽ ജോലി ചെയ്യുന്ന വലിയ പ്രവാസ സമൂഹത്തിൽ നിന്നുള്ള പണമയക്കലിനെ വളരെയധികം ആശ്രയിക്കുന്നു. ഇത് വിദേശ പണമയക്കൽ ഒരു പ്രധാന വരുമാന സ്രോതസ്സായി ഒരു സവിശേഷ സാഹചര്യം സൃഷ്ടിച്ചു. 2020 കേരളത്തിലേക്കുള്ള പണമയക്കൽ ഏകദേശം $13 ബില്യൺ ആയിരുന്നു. ഇത് സംസ്ഥാനത്തിന്റെ GDPയുടെ 36% പ്രതിനിധീകരിക്കുന്നു. അങ്ങനെ പുതിയൊരു രാജ്യം ഗണ്യമായി പ്രവാസി സമൂഹത്തെ ആശ്രയിക്കുകയും ഗൾഫ് സമ്പദ് വ്യവസ്ഥയിലോ രാഷ്ട്രീയ കാലാവസ്ഥയിലോ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായാൽ അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. പണമയക്കലിനപ്പുറം കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ പ്രധാനമായും നയിക്കുന്നത് കൃഷിയും, പ്രധാനമായും റബ്ബർ, തേങ്ങ, സുഗന്ധവ്യഞ്ജനങ്ങൾ തുടങ്ങിയ നാണ്യവിളകൾ, വിനോദസഞ്ചാരവും സേവനങ്ങളുമാണ്. എന്നിരുന്നാലും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കേരളത്തിന് കാര്യമായ വ്യാവസായിക ശേഷിയില്ല. വിനോദസഞ്ചാരം പോലുള്ള സേവന അധിഷ്ഠിത വ്യവസായങ്ങളെ വളരെയധികം ആശ്രയിക്കുന്നത് COVID-19 മഹാമാരിയുടെ സമയത്ത് കണ്ടതുപോലെ ആഗോള സാമ്പത്തിക മാന്ദ്യത്തിന് ഇരയാകുന്നു.
പുതിയ രാജ്യം അതിന്റെ സമ്പദ് വ്യവസ്ഥ വൈവിധ്യവൽക്കരിക്കുന്നതിനും ദീർഘകാല സുസ്ഥിരത ഉറപ്പാക്കുന്നതിനും ഉൽപാദന വ്യാവസായിക കഴിവുകൾ കെട്ടിപ്പടുക്കുന്നതിനും നിക്ഷേപം നടത്തേണ്ടതുണ്ട്. ഒരു സ്വതന്ത്ര കേരളത്തിന്റെ സാമ്പത്തിക ഭാവിയിലെ ഒരു ഉജ്ജ്വലമായ സ്ഥാനം വിനോദസഞ്ചാരമാകാം. കായലുകൾ, കടൽ തീരങ്ങൾ, സാംസ്കാരിക പൈതൃകം എന്നിവയ്ക്ക് പേരുകേട്ട കേരളം ഇതിനകം തന്നെ ഇന്ത്യയിലെ മികച്ച വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ഒരു സ്വതന്ത്ര രാഷ്ട്രം എന്ന നിലയിൽ പരിസ്ഥിതി ടൂറിസത്തിന്റെയും വെൽനസ് ടൂറിസത്തിന്റെയും ഒരു പ്രധാന ലക്ഷ്യസ്ഥാനമായി സ്വയം നിലകൊള്ളുന്ന കേരളത്തിന് ആഗോള വേദിയിൽ സ്വയം കൂടുതൽ ആക്രമണാത്മകമായ വിപണനം ചെയ്യാൻ കഴിയും. എന്നാൽ ഇതിന് അടിസ്ഥാന സൗകര്യങ്ങളിലും വിനോദസഞ്ചാര വികസനത്തിലും ഗണ്യമായ നിക്ഷേപം ആവശ്യമാണ്. ഊർജം, ഭക്ഷ്യ ഉൽപാദനം തുടങ്ങിയ പ്രധാന മേഖലകളിൽ കേരളം സ്വയം പര്യാപ്തതയുടെ വെല്ലുവിളിയും നേരിടും. ഊർജത്തിൽ സ്വയം പര്യാപ്തമല്ലാത്ത ഈ സംസ്ഥാനം അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പെട്രോളിയത്തെയും വൈദ്യുതിയെയും വളരെയധികം ആശ്രയിക്കുന്നു. സ്വാതന്ത്ര്യത്തിന് കേരളം ഒന്നുകിൽ പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകൾ കൂടുതൽ ആക്രമണാത്മകമായി വികസിപ്പിക്കുകയോ അല്ലെങ്കിൽ ഇന്ത്യയുമായോ മറ്റ് രാജ്യങ്ങളുമായോ അനുകൂലമായ ഊർജ്ജ വ്യാപാര ഇടപാടുകൾ ചർച്ച ചെയ്യുകയോ വേണം. അതുപോലെ ഭക്ഷ്യ ഉൽപാദനത്തിൽ കേരളം പൂർണ്ണമായും സ്വയം പര്യാപ്തമല്ല. പ്രത്യേകിച്ച് നാണ്യവിളകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ശക്തമായ കാർഷിക നയങ്ങളും പരിഷ്കാരങ്ങളും ഇല്ലാതെ ഒരു സ്വതന്ത്ര രാഷ്ട്രമെന്ന നിലയിൽ കേരളത്തിന് ഭക്ഷ്യസുരക്ഷാ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. സൗജന്യ വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, വിശാലമായ പൊതുസേവനങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന വിപുലമായ സാമൂഹിക ക്ഷേമ സംവിധാനമാണ് കേരളത്തിന്റെ ഏറ്റവും പ്രശംസനീയമായ നേട്ടങ്ങളിലൊന്ന്. ഒരു സ്വതന്ത്ര രാജ്യമെന്ന നിലയിൽ പ്രത്യേകിച്ച് സാമ്പത്തിക പരിമിതികൾ കണക്കിലെടുക്കുമ്പോൾ ഒരു സാമൂഹിക സേവനങ്ങൾ ഒരേ തലത്തിൽ നിലനിർത്തുക എന്നതാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ വെല്ലുവിളിയിൽ ഒന്ന്. കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള ഫെഡറൽ കൈമാറ്റങ്ങളിലൂടെയും പണമയക്കലിലൂടെയും സംസ്ഥാന തലത്തിലുള്ള നികുതികളിലൂടെയുമാണ് കേരളത്തിന്റെ സാമൂഹിക ക്ഷേമ സംവിധാനത്തിന് പ്രധാനമായും ധനസഹായം ലഭിക്കുന്നത്. ഇന്ത്യൻ കേന്ദ്ര ഗവൺമെന്റിന്റെ പിന്തുണയില്ലാതെ പൊതുസേവനങ്ങൾ നിലനിർത്തുന്നതിന് കേരളം അതിന്റെ നികുതി സമ്പ്രദായം പുനഃസംഘടിപ്പിക്കേണ്ടതുണ്ട്. കൂടാതെ ആരോഗ്യത്തിനും വിദ്യാഭ്യാസത്തിനുമുള്ള കേരളത്തിന്റെ പൊതുച്ചെലവ് താരതമ്യേന ഉയർന്നതാണ്. ഈ സേവനങ്ങളിൽ എന്തെങ്കിലും വെട്ടിക്കുറവ് വരുത്തിയാൽ അത് സംസ്ഥാനത്തിന്റെ മാനവ വികസന സൂചികയെ ബാധിക്കുകയും അസമത്വം വർദ്ധിപ്പിക്കുകയും ചെയ്യും. കേരളത്തിലെ വിദ്യാസമ്പന്നരായ ജനങ്ങളും മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ താരതമ്യേന കുറഞ്ഞ അസമത്വവും രാഷ്ട്രീയ നിർമ്മാണത്തിന് ശക്തമായ അടിത്തറ നൽകുന്നു. ഉയർന്ന തോതിലുള്ള നികുതിയും സമഗ്രമായ സാമൂഹിക സേവനങ്ങളും സംയോജിപ്പിക്കുന്ന സ്കാൻഡിനേവിയൻ ക്ഷേമ മാതൃകകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഒരു സ്വതന്ത്ര കേരളത്തിന് നൂതന സാമ്പത്തിക സാമൂഹിക നയങ്ങൾ പരീക്ഷിക്കാൻ കഴിയും. ശക്തമായ രാഷ്ട്രീയ ഇടപെടലുകളും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ നയിക്കുന്ന ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നയിക്കുന്ന യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ടും തമ്മിലുള്ള അധികാര കൈമാറ്റങ്ങൾ കേരളത്തിൽ ആരോഗ്യകരമായ രാഷ്ട്രീയ സന്തുലിതാവസ്ഥയ്ക്കും നയപരമായ തുടർച്ചയ്ക്കും അവസരമൊരുക്കുന്നു. ഒരു സ്വതന്ത്ര രാജ്യമെന്ന നിലയിൽ ഈ രാഷ്ട്രീയ ഘടനയെ ഒരു ദേശീയ ഭരണ സംവിധാനമാക്കി മാറ്റുന്നതിനുള്ള വെല്ലുവിളി കേരളം നേരിടും. സമീപകാല ചരിത്രത്തിന്റെ ഭൂരിഭാഗവും കേരളം ഭരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുതിയ രാഷ്ട്രത്തിന്റെ നയങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചേക്കാം. എന്നിരുന്നാലും പ്രത്യേകിച്ചും വിദേശ നയം, പ്രതിരോധം, സാമ്പത്തിക തന്ത്രം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കേരളത്തിനുള്ളിലെ രാഷ്ട്രീയ വിഭജനങ്ങൾ കൂടുതൽ പ്രകടമാകാം. മാത്രമല്ല, കേരളം സ്വന്തമായി പ്രതിരോധ വിദേശ ബന്ധങ്ങൾ സ്ഥാപിക്കേണ്ടതുണ്ട്. നിലവിൽ സംസ്ഥാനത്തിന്റെ സുരക്ഷയും പ്രതിരോധവും നിയന്ത്രിക്കുന്നത് ഇന്ത്യൻ കേന്ദ്ര സർക്കാരാണ്. ഒരു സ്വതന്ത്ര കേരളം സ്വന്തമായി സൈനിക, നയതന്ത്ര, രഹസ്യാന്വേഷണ ഏജൻസികൾ വികസിപ്പിക്കേണ്ടതുണ്ട്. കേരളം ഉടനടി ബാഹ്യഭീഷണികൾ നേരിടാൻ സാധ്യതയില്ലെങ്കിലും ഇന്ത്യയുടെ സുരക്ഷാ ആശങ്കകൾ ഇന്ത്യയുമായി സമാധാനപരമായ ബന്ധം നിലനിർത്തുന്നതിലും സമുദ്രാതിർത്തികൾ സുരക്ഷിതമാക്കുന്നതിലുമാണ്. കേരളം ഒരു സ്വതന്ത്ര രാജ്യമെന്ന ആശയത്തിന്റെ കേന്ദ്ര ബിന്ദു സ്വത്വത്തെക്കുറിച്ചുള്ള ചോദ്യമാണ്. മലയാളി സ്വത്വം എന്ന ആശയത്തിൽ പലപ്പോഴും പ്രകടമാകുന്ന കേരളത്തിന്റെ പ്രാദേശിക അഭിമാന ബോധം പുതിയ രാഷ്ട്രത്തെ ഏകീകരിക്കുന്ന ഒരു ശക്തിയായി വർത്തിക്കും. സംസ്ഥാനത്തെ ജനങ്ങൾ ഒരു പൊതുഭാഷ, സാംസ്കാരിക പാരമ്പര്യവും ചരിത്രപരമായ തുടർച്ചയും പങ്കിടുന്നു. കേരളത്തിന്റെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ ചരിത്രം, പ്രത്യേകിച്ച് ജാതി ലിംഗസമത്വവുമായി ബന്ധപ്പെട്ടവ പുരോഗമനപരമായ ദേശീയ സ്വാതന്ത്ര്യത്തിന്റെ അടിത്തറയായി മാറിയേക്കാം. കേരളത്തിന്റെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ ചരിത്രം, പ്രത്യേകിച്ച് ജാതി ലിംഗസമത്വവുമായി ബന്ധപ്പെട്ടവ പുരോഗമനപരമായ ദേശീയ സ്വത്വത്തിന്റെ അടിത്തറയായി മാറിയേക്കാം. എന്നിരുന്നാലും മതപരവും ജാതീയ അടിസ്ഥാനമാക്കിയുള്ളതുമായ വളരെ വൈവിധ്യമാർന്ന സംസ്ഥാനമാണ് കേരളം. മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, ഹിന്ദുക്കൾ എന്നിവരെല്ലാം ജനസംഖ്യയുടെ ഗണ്യമായ ഭാഗമാണ്. സാമുദായിക ഐക്യം നിലനിർത്തുന്നത് പുതിയ രാജ്യത്തിന്റെ സ്ഥിരതയ്ക്ക് നിർണായകവുമാണ്. ദക്ഷിണേഷ്യയുടെ മറ്റു ഭാഗങ്ങളെ ബാധിച്ച വർഗീയ സംഘർഷങ്ങൾക്ക് സമാനമായി മതപരമോ വംശീയമോ ആയ ദേശീയതയുടെ ഏത് ഉയർച്ചയും ആഭ്യന്തര സംഘർഷങ്ങളിലേക്ക് നയിച്ചേക്കാം. അതിനാൽ മതപരവും സാംസ്കാരികവുമായ ബഹുസ്വരതയെ മാനിക്കുന്ന സമഗ്രമായ ദേശീയ സ്വത്വം കെട്ടിപ്പടുക്കുന്നതിൽ കേരളത്തിലെ നേതാക്കൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. കേരളത്തിന്റെ പ്രകൃതി സൗന്ദര്യവും പാരിസ്ഥിതിക സമ്പന്നതയും അതിന്റെ ഏറ്റവും
വലിയ സ്വത്തുക്കളിൽ ഒന്നാണ്. പക്ഷേ അവ കാര്യമായ വെല്ലുവിളികളും ഉയർത്തുന്നു. 2018 വിനാശകരമായ വെള്ളപ്പൊക്കത്തിൽ കണ്ടതുപോലെ പ്രകൃതി ദുരന്തങ്ങൾ, പ്രത്യേകിച്ച് വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിൽ എന്നിവയ്ക്ക് സംസ്ഥാനം ഇരയാകുന്നു. ഒരു സ്വതന്ത്ര രാജ്യം എന്ന നിലയിൽ ദുരന്ത നിവാരണ അടിസ്ഥാന സൗകര്യങ്ങളിലും കാലാവസ്ഥാ വ്യതിയാന പൊരുത്തപ്പെടുത്തൽ തന്ത്രങ്ങളിലും കേരളം വൻതോതിൽ നിക്ഷേപം നടത്തേണ്ടതുണ്ട്. കൂടാതെ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ, പ്രത്യേകിച്ച് വിനോദസഞ്ചാരം, കാർഷിക മേഖലകൾ എന്നിവ പ്രകൃതി പരിസ്ഥിതിയെ വളരെയധികം ആശ്രയിക്കുന്നു. വനനശീകരണം, തീരദേശ മണ്ണൊലിപ്പ്, പാരിസ്ഥിതിക തകർച്ച എന്നിവ ഈ വ്യവസായങ്ങളെ ഭീഷണിപ്പെടുത്തിയേക്കാം. സുസ്ഥിര വികസനം ഉറപ്പാക്കാൻ കേരളം ശക്തമായ പാരിസ്ഥിതിക നയങ്ങൾ നടപ്പാക്കേണ്ടതുണ്ട്. പുനരുപയോഗ ഊർജ്ജം, പ്രത്യേകിച്ച് സൗരോർജ്ജം പ്രോത്സാഹിപ്പിക്കുന്നതിൽ സംസ്ഥാനം മുന്നേറിയിട്ടുണ്ട്. ഇറക്കുമതി ചെയ്യുന്ന ഫോസിൽ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിന് ഇത് ഒരു സ്വതന്ത്ര കേരളത്തിൽ വിപുലീകരിക്കേണ്ടതുണ്ട്. ഒരു പുതിയ രാഷ്ട്രമെന്ന നിലയിൽ കേരളം ആഗോളതലത്തിൽ സ്വയം സ്ഥാപിക്കാനുള്ള വെല്ലുവിളിയെ അഭിമുഖീകരിക്കും. ഇന്ത്യ, അമേരിക്ക, ചൈന എന്നിവയുൾപ്പെടെയുള്ള പ്രധാന രാജ്യങ്ങളുമായി ധാരാളം പ്രവാസി കേരളീയർക്ക് ആതിഥേയത്വം വഹിക്കുന്ന മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളുമായും നയതന്ത്ര ബന്ധം സ്ഥാപിക്കേണ്ടതുണ്ട്. അനൗപചാരിക അംബാസഡർമാരായി പ്രവർത്തിക്കുകയും ആഗോള സാമ്പത്തിക ശൃംഖലകളിലൂടെ സഞ്ചരിക്കാൻ രാജ്യത്തെ സഹായിക്കുകയും ചെയ്തുകൊണ്ട് കേരളത്തിലെ ശക്തമായ പ്രവാസികൾക്ക് അതിന്റെ അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ പ്രധാന പങ്ക് വഹിക്കാൻ കഴിയും. സാമൂഹിക വികസനം, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം എന്നിവയിൽ കേരളം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മറ്റ് വികസ്വര രാജ്യങ്ങൾക്ക് ഒരു മാതൃകയായി സ്വയം നിലകൊള്ളാൻ സഹായിക്കും. ഐക്യരാഷ്ട്രസഭ പോലുള്ള അന്താരാഷ്ട്ര സംഘടനകളിലും പ്രത്യേകിച്ച് സുസ്ഥിര വികസനം, കാലാവസ്ഥാ വ്യതിയാനം, മനുഷ്യാവകാശം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലകളിലും ഇതിന് ഒരു പ്രധാന പങ്ക് വഹിക്കാൻ കഴിയും. എന്നാൽ അതിന്റെ ചെറിയ വലിപ്പവും പരിമിതമായ വിഭവങ്ങളും അതിനെ ഒരു പ്രധാന ആഗോള പ്ലെയർ ആകുന്നതിൽ നിന്ന് തടയുകയും അതിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് തന്ത്രപരമായ പങ്കാളിത്തത്തെ ആശ്രയിക്കേണ്ടതുണ്ട്. പ്രായമേറുന്ന ജനസംഖ്യയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഒരു പ്രധാന പ്രശ്നമുണ്ട്. സംസ്ഥാനത്തിന്റെ ജനനനിരക്ക് കുറഞ്ഞു. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ആയുർദൈർഘ്യമുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. ഇത് വരും ദശകങ്ങളിൽ കൂടുതൽ ആരോഗ്യ സംരക്ഷണവും സാമൂഹ്യ സുരക്ഷയും ആവശ്യമുള്ള പ്രായമായ ജനസംഖ്യയിലേക്ക് നയിക്കുന്നു. കുടിയേറ്റത്തെയോ പ്രവാസികളുടെ തിരിച്ചുവരവിനെയോ പ്രോത്സാഹിപ്പിക്കുന്ന നയങ്ങളിലൂടെ ഒരു സ്വതന്ത്ര കേരളം ഈ ജനസംഖ്യാപരമായ വെല്ലുവിളിയെ അഭിസംബോധന ചെയ്യേണ്ടതുണ്ട്. കേരളത്തിന്റെ സാമ്പത്തിക വികസനത്തിൽ ഗൾഫ് കുടിയേറ്റം ഒരു പ്രധാന ഘടകമാണ്. മിഡിൽ ഈസ്റ്റിൽ, പ്രത്യേകിച്ച് ഗൾഫ് കോഓപ്പറേഷൻ കൗൺസിൽ രാജ്യങ്ങളിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഭൗമരാഷ്ട്രീയ ചലനാത്മകതയോടെ പണമയക്കലിനെ സംസ്ഥാനം അമിതമായി ആശ്രയിക്കുന്നത് സുസ്ഥിരമല്ലാതാക്കും. സംസ്ഥാനത്തിന് പുറത്ത് തൊഴിലവസരങ്ങൾ തേടുന്ന യുവാക്കളെ നിലനിർത്താൻ ഈ ആശ്രിതത്വം കുറയ്ക്കുന്നതിനും കൂടുതൽ ആഭ്യന്തര തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ഒരു സ്വതന്ത്ര കേരളം അതിന്റെ സമ്പദ് വ്യവസ്ഥയെ വൈവിധ്യീകരിക്കേണ്ടതുണ്ട്. ഒരു സ്വതന്ത്ര രാജ്യമെന്ന നിലയിൽ കേരളം എന്ന ആശയം സാധ്യതകളുടെയും വെല്ലുവിളികളുടെയും സങ്കീർണമായ രൂപരേഖ അവതരിപ്പിക്കുന്നു. ഒരു വശത്ത് കേരളത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക ചരിത്രം, ഉയർന്ന തലത്തിലുള്ള സാമൂഹിക വികസനം, തന്ത്രപരമായ സ്ഥാനം എന്നിവ ആഗോളതലത്തിൽ അതിന് സവിശേഷമായ സ്ഥാനം നൽകുന്നു. അവിടുത്തെ വിദ്യാസമ്പന്നരായ ജനങ്ങളും സ്വതന്ത്ര ഭരണത്തിന് ശക്തമായ അടിത്തറ നൽകുന്നു. എന്നിരുന്നാലും സാമ്പത്തിക സ്വയം പര്യാപ്തത, ഊർജ്ജ ആശ്രിതത്വം, ഭൗമരാഷ്ട്രീയ ഒറ്റപ്പെടൽ, വൈവിധ്യമർന്ന ജനസംഖ്യയിൽ സാമൂഹിക ഐക്യം നിലനിർത്തൽ തുടങ്ങിയ വെല്ലുവിളികൾ സ്വാതന്ത്ര്യത്തിലേക്കുള്ള പരിവർത്തനത്തെ ബുദ്ധിമുട്ടാക്കും. അയൽരാജ്യമായ ഇന്ത്യയുമായുള്ള ബന്ധം കേരളം ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. പണമയക്കലിനെ സാമ്പത്തികമായി ആശ്രയിക്കുന്നത് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഒരു രാഷ്ട്ര സംസ്ഥാനം എന്ന നിലയിൽ വിജയിക്കാൻ ദീർഘകാല സുസ്ഥിര വികസനത്തിൽ നിക്ഷേപിക്കേണ്ടതുണ്ട്. ഒരു സ്വതന്ത്ര കേരളം എന്ന ആശയം പ്രധാനമായും ഊഹാപോഹമാണെങ്കിലും ആധുനിക ലോകത്ത് ഉയർന്നു വരുന്ന ഒരു പുതിയ രാജ്യത്തെ സങ്കല്പിക്കുമ്പോൾ ഉണ്ടാകുന്ന സാധ്യതകളെയും ബുദ്ധിമുട്ടുകളെയും കുറിച്ചുള്ള ആകർഷകമായ ഒരു കാഴ്ചയാണ് ഇത് നൽകുന്നത്. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്കും ചെയ്യണം, പിന്നെ നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്തണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.